അപ്പോൾ നമ്മുടെ ഡയറ്റ് സെഷനിലെ അടുത്തൊരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് ഒറ്റയടിക്ക് തന്നെ നമ്മളിപ്പോൾ ഡെയിലി വർഷങ്ങളായിട്ട് ഇതേപോലെ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് ഒറ്റ ദിവസം ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കൊന്നും നല്ലപോലെ എന്താ പറയുക പച്ചയ്ക്ക് പറയുന്നത് തലവേദന നല്ലപോലെ വരും, വിശപ്പ് കൂടും, പിന്നെ മാനസികമായ ചെറിയ പ്രശ്നങ്ങൾ വെച്ചാൽ ദേഷ്യം കാര്യങ്ങളെല്ലാം തന്നെ സങ്കടമെല്ലാം തന്നെ ഒറ്റയടിക്കാണ് വരും. അപ്പോൾ നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് മാറ്റങ്ങളൊന്നും തന്നെ വരുത്തുന്നില്ല. ഇന്നലെ ഒരു ചെറിയ ചേഞ്ച് ചെയ്ത് നോക്കി ഞാൻ. അപ്പോൾ അതിൽ നിന്നുള്ള റിസൾട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. മോർണിംഗിലുള്ള കപ്പ് ഓഫ് കോഫി, ഒരു വലിയ കപ്പിലാണ് ഞാൻ ആ കോഫി കുടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഞാൻ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കി. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇന്നലെ ഒരു ദിവസം കുടിച്ചില്ല, പക്ഷെ അത് മണ്ടത്തരമായി മാറി. വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ ഭയങ്കര തലവേദനയും പ്രശ്നങ്ങളായി. അപ്പോൾ അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ഒറ്റയടിക്ക് വരുത്തുന്നില്ല. അപ്പോൾ ചായ ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇന്നുള്ളൊരു ആൾ എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ചായയിൽ മധുരം ഒഴിവാക്കണമെന്നുള്ളത്. നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് മധുരം ഉപയോഗിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്കുന്ന മധുരം കുറച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിനി മാനസികമായി നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ കുടിക്കുന്ന ചായക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിലിടുന്നത്, 1.5 ടീസ്പൂണാണ് ഇടുന്നെങ്കിൽ 1.25 ടീസ്പൂൺ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ തുടക്കം ഒരു 3 ദിവസം 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലെ ക്വാണ്ടിറ്റിയിലും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. പക്ഷെ നമ്മൾ സൈഡിൽ നിന്ന് എക്സസൈസ് ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോഡിയെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയണം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാലറീസ് ബേൺ ആയിക്കൊണ്ടിരിക്കും. അത് കൂടാതെ നമ്മുടെ ബോഡി വെയ്റ്റും കുറയും. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സസൈസ് സൈഡിൽ നിന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ചെയ്ത് കൊടുക്കുന്നത്, ബോഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പണി നമ്മൾ സൈഡിൽ കൂടെ ബോഡിയെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ലോസ് പ്രോസസ്സ് കറക്റ്റായിട്ടിരിക്കും. പിന്നെ എക്സസൈസ് ഈ ആഴ്ച ഫുള്ള് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്ന പോലെ ബേസിക്കായിട്ട് സ്ട്രെച്ചിങ്ങും ഓട്ടം, വാമപ്പ് സെഷൻസ്, അതുപോലെ തന്നെ പുഷപ്സ്, സിറ്റപ്പ്, ജമ്പിങ് ജാക്സ്, ഇത്രയും കാര്യങ്ങൾ ഈ ആഴ്ച ഫുള്ള് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ ബോഡി ഇത്രയും നാൾ ഇതൊന്നും ചെയ്യാതിരുന്നതുകൊണ്ട് ഒന്ന് കുറച്ച് ടയേർഡായിരിക്കും. അപ്പോൾ ബോഡിക്ക് ഒന്ന് സ്ട്രെങ്ത് വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരാഴ്ച സെയിം എക്സസൈസ് തന്നെ ചെയ്യാം. ഞാനപ്പോൾ ആ എക്സസൈസ് മാത്രമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്നെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോയി ആ എക്സസൈസ് നോക്കി ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്തേക്കാം. എന്നിട്ട് നേരെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സിമ്പിളായിട്ടുള്ള കഴിക്കുക. അതുപോലെ പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ട, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുട്ട്, കടല, വെള്ളയപ്പം, ഇഡ്ഡലി അങ്ങനെ കഴിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ കറികൾ വരില്ല, ഇപ്പോൾ ഗ്രീൻ പീസ്, കടല, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കറി കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ടീ ഓർ കോഫി നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ, കുഴപ്പമില്ല. ലഞ്ചിൽ വരുമ്പോൾ എപ്പോഴും 3 കാര്യങ്ങൾ: പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, പിന്നെ വെജീസ്, അതായത് ഫൈബർ, 3ഉം ഒരു കോമ്പിനേഷനിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രോട്ടീനൊക്കെ ആകുമ്പോൾ നിങ്ങൾ മിക്കവരും മീൻ ഇറച്ചിയൊക്കെ ഉണ്ടാവും, വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യുക. ഒരു ചെറിയൊരു ഒലത്ത് എപ്പോഴും കീപ്പ് ചെയ്യുക നമ്മുടെ ഡയറ്റിൽ. അപ്പോൾ നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ നമുക്ക് ഇത്രയും മതി, പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറക്കൊന്നും വേണ്ട, വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തോളൂ, പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഈവനിങ് ടൈമിൽ ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചായ കുടിച്ചോളൂ, പക്ഷേ ക്വാണ്ടിറ്റി ചെറിയ ഗ്ലാസ്സിൽ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.